ദൃശ്യ മോഡൽ കൊലപാതകം നടത്തിയ പ്രതി പിടിയിൽ. ഉത്തർപ്രദേശ് ഗ്രേറ്റർ നോയിഡയിലെ വ്യവസായിയായ അങ്കുഷ് ശർമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മുൻ പോലീസ് കോൺസ്റ്റബിൾ പ്രവീണാണ് അറസ്റ്റിലായത്. അങ്കുഷിനെ കാണാനില്ലെന്ന് കുടുംബം പരാതി നൽകി 13-ാം ദിവസമാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. മോഹൻലാലിന്റെ ദൃശ്യം സിനിമയുടെ ഹിന്ദി പതിപ്പായ അജയ് ദേവ്ഗണും താബുവും അഭിനയിച്ച ദൃശ്യവും മറ്റ് ക്രൈം സീരീസുകളും കണ്ടാണ് പ്രതി കൃത്യം ആസൂത്രണം ചെയ്തത് എന്നാണ് NDTV റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തന്റെ ഫ്ളാറ്റ് വിൽക്കാൻ അങ്കുഷ് തീരുമാനിച്ചിരുന്നു. ഒരു സുഹൃത്ത് വഴി ഇക്കാര്യം അറിഞ്ഞ ശേഷമാണ് അങ്കുഷ് ശർമ്മയെ പ്രവീൺ പരിചയപ്പെടുന്നത്. തുടർന്ന് 1,20,00,000 രൂപയ്ക്ക് ഫ്ളാറ്റ് വിൽക്കാനുള്ള കരാറിൽ ഇരുവരും ധാരണയായി. ആദ്യ ഗഡുവായി 8 ലക്ഷം രൂപ അങ്കുഷിന് പ്രവീൺ നൽകി. എന്നാൽ ഫ്ളാറ്റിന്റെ പതിപ്പ് വില നേരത്തെ ഉറപ്പിച്ച തുകയേക്കാളും കൂടുതലുണ്ടെന്ന് അങ്കുഷിന് പിന്നീട് ബോധ്യമായതോടെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകാൻ തുടങ്ങി. ഇതിൽ പ്രകോപിതനായ പ്രവീൺ അങ്കുഷിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. ഫ്ളാറ്റിന്റെ ബാക്കി പണം നൽകാമെന്ന് പറഞ്ഞ് അങ്കുഷിനെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും പ്രവീൺ ഓഗസ്റ്റ് 9-ന് വിളിച്ചുകൊണ്ടുപോയി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വിൽപ്പന ഉറപ്പിച്ച ഫ്ളാറ്റിന്റെ പാർക്കിംഗ് ഏരിയയിലിരുന്ന് ഇരുവരും മദ്യപിച്ചു. തുടർന്ന് പ്രവീൺ അങ്കുഷിന്റെ തലയിൽ ചുറ്റിക കൊണ്ടടിച്ച് കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. രാത്രി തന്നെ അങ്കുഷിന്റെ മൃതദേഹം ഇതേ സ്ഥലത്ത് പ്രവീൺ കുഴിച്ചിട്ടു. പിന്നീട് അങ്കുഷിനെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. CCTV ദൃശ്യങ്ങളുടെയും മറ്റു വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവീണിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു. മൃതദേഹം ഒളിപ്പിച്ചത് എവിടെയാണെന്ന് ഇയാൾ പോലീസിനെ അറിയിച്ചു. കൃത്യത്തിനുപയോഗിച്ച ചുറ്റികയും ഒരു കാറും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ ദൃശ്യം സിനിമയെ അനുകരിക്കുന്ന രീതിയിലുള്ള കൊലപാതകങ്ങൾ നാട്ടിൽ നിരന്തരം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 6-ന് പോലീസിനെ പോലും കുഴപ്പിക്കുന്ന മാന്നാർ കൊലപാതകം ഇതിന് ഉദാഹരണമാണ്. മൃതദേഹം അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കുഴിച്ചു നോക്കുമ്പോൾ അവിടെ ശരീരം കാണാനില്ല. വേറെ എങ്ങോട്ടെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയവും മാന്നാർ കൊലപാതകത്തിലുണ്ടായിരുന്നു. മാന്നാർ കൊലപാതക കേസ് അന്വേഷിക്കുന്ന പോലീസ് ആകെ പ്രതിസന്ധിയിലായിരുന്നു. ഇതിൽ കൂട്ടുപ്രതികളാണ് പിടിയിലായിട്ടുള്ളത്. മാന്നാറിലെ കല എന്ന യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പുഴയിൽ ഉപേക്ഷിക്കാനാണ് ആദ്യം പദ്ധതിയിട്ടതെന്നാണ് ഒരാൾ മൊഴി നൽകിയത്. സാഹചര്യം അനുകൂലമല്ലാതിരുന്നതിനാൽ തീരുമാനം മാറ്റി. അനിൽകുമാർ എന്ന പ്രതിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലാണ് മൃതദേഹം മറവ് ചെയ്തതെന്ന് 4-ാം പ്രതിയും പറഞ്ഞു. എന്നാൽ മറ്റു പ്രതികൾ അറിയാതെ 1-ാം പ്രതി അനിൽകുമാർ എന്നയാൾ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു.